ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വെഡിംഗ് വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് വെഡിംഗ്. വൈവിധ്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ ആൻഡ് ഇരട്ടി. വിദ്യാഭ്യാസം കൊണ്ട് എങ്ങനെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയുമെന്നതാണ് സർക്കാർ പരിഗണിക്കുന്നതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. വിളയൂർ എടപ്പലം AMLP സ്കൂളിന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളെ മനുഷ്യ ജീവിതത്തെ ഗുണാത്മകമായ നിലയിൽ മാറ്റിയെടുക്കുന്നതിന്, മനുഷ്യരുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കേണ്ട ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് പ്രാധാന്യം നൽകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിലും അക്കാദമികമായ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തും ലോകത്തും നിലവിലുള്ള ഗുണപരിശോധനാ സംവിധാനങ്ങളാകെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, സർവകലാശാലകളെ, കലാലയങ്ങളെ ഒക്കെ തന്നെ വലിയ രീതിയിൽ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തൊഴിൽ സാധ്യതകളും കൂടിയാണ് സർക്കാർ പരിഗണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് മുന്തിയ പരിഗണനയും സർക്കാർ നൽകുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി സൂചിപ്പിച്ചു. LP സ്കൂളാണ്. പ്രിയപ്പെട്ട ടീച്ചർമാർ എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ LP സ്കൂളിലെ പഠനം പാൽപ്പായസം പോലെ ആയിരിക്കണം, അല്ലേ? മധുരമായിരിക്കണം. നേരത്തെ ഒരു അംഗനവാടി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഞാനിവിടെ വരുന്നത്. അവിടെ ഞാൻ പറഞ്ഞു, കുട്ടികളുടെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ആദ്യഘട്ടമാണ്. അമ്മമാരുടെയും അമ്മൂമ്മമാരുടെയും സ്നേഹമസൃണമായ മടിത്തട്ടിൽ നിന്നാണ് അവർ കടന്നു വരുന്നത്. അപ്പം അതുകൊണ്ട് ആ സ്നേഹപൂർണമായ അന്തരീക്ഷം തന്നെ ചെറിയ കുട്ടികൾക്കുള്ള വിദ്യാലയങ്ങളിൽ നമ്മൾ ഉറപ്പ് നൽകേണ്ടതുണ്ട്. അവരെ ശകാരിക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല. അതല്ല അവരെ തിരുത്തേണ്ടുന്നതായ മാർഗം എന്ന് ഇന്നത്തെ അധ്യാപകർക്ക് അറിയുമെന്നാണ് ഞാൻ കരുതുന്നത്. വിളയൂർ എടപ്പലം VPSM AMLP സ്കൂളിനാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 1 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. സ്കൂളിന്റെ 98ാം വാർഷികാഘോഷവും ഇതോടൊപ്പം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബിഗിരിജ അധ്യക്ഷയായി. മുൻ MLA CP മുഹമ്മദ് ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ, സുബൈദ ഇസ്ഹാഖ്, പ്രധാനാധ്യാപിക C വാഹിദ, മാനേജർ VP കുഞ്ഞിമൊയ്തീൻ, A ഷാബിറ, KP നൌഫൽ, KS സജിത, സുനിൽകുമാർ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിയവർ സംസാരിച്ചു.